നിങ്ങൾ ഓരോ മോക്ക് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ മാർക്ക് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെച്ച് പോകണം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ സിലബസ് അറ്റ്ലീസ്റ്റ് ഒരു പകുതിയെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തു തുടങ്ങുന്ന ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ആദ്യമേ ചിലപ്പം തുടങ്ങുന്ന ടോപ്പിക് വൈസിൽ നിന്നായിരിക്കും. അതിനുശേഷം പിന്നെ നമ്മൾ സെഷണൽ മോക്ക് ടെസ്റ്റ് തുടങ്ങും, പിന്നെ അതിന് ശേഷം ആയിരിക്കും നമ്മൾ ഫുൾ മോക്ക് ടെസ്റ്റിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോക്ക് ടെസ്റ്റ് ആയിരിക്കും നമ്മൾ ഇങ്ങനെ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾക്കറിയാം, ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളുടെ എക്സാം പ്രോസസ്സിലുള്ള വൺ ഓഫ് ദി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ്, ലൈക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അത് പല ടൈപ്പ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നെങ്കിൽ പോലും ഇവൻ നമ്മൾ ടോപ്പിക് വൈസ് ആയാലും സെക്ഷനിലായാലും ഫുൾ മോക്ക് ടെസ്റ്റ് ആയാലും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ടാണ് മോക്ക് ടെസ്റ്റ്. ബിക്കോസ് അതാണ് നമ്മുടെ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്. ആൻഡ് അത് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് പേര് നിങ്ങൾക്കറിയാം എക്സാമിന് 2 ആഴ്ച മുമ്പ് 3 ആഴ്ച മുമ്പൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ അല്ല, എക്സാമിന് അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 months മുമ്പെങ്കിലും നമ്മൾ ഈ മോക്ക് ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യണം. അതിൽ നമ്മൾ ചിലപ്പം ഫുൾ മോക്ക് ടെസ്റ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ നമ്മൾ ടോപ്പിക് വൈസ് ആയിരിക്കും തുടങ്ങുന്നത്, പിന്നെ സെക്ഷണൽ മോക്ക് ടെസ്റ്റിലേക്ക് വരും, അതിനുശേഷം നമ്മൾ ഫുൾ മോക്ക് ടെസ്റ്റിലേക്ക് പോകും. പക്ഷേ നമ്മൾ ഈ ഒരു പ്രോസസ്സ് അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 months മുമ്പെങ്കിലും തുടങ്ങണമെന്ന് നമ്മൾ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രിപ്പറേഷൻ സമയത്ത് ഈ വരുന്ന മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ട സമയത്ത് നമുക്ക് എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ഒരുപാട് പേര് കാണും സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ. അപ്പോൾ അങ്ങനെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷൻ്റെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫാക്ട് ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളൊരു പേപ്പറും പെന്നും എടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇവൻ നോട്ട് ചെയ്യാൻ അടക്കം ഞാൻ പറയും. ബിക്കോസ് ഈ ഒരു സെഷനിൽ വരുന്ന കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ ഇനി മുമ്പിലോട്ട് എക്സാം നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതല്ല, ഇപ്പം ബാങ്ക് മാത്രമല്ല, ഇവൻ SSC ആയാലും റെയിൽവേ ആയാലും ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ആദ്യമേ വരുന്നത് നമുക്ക് ഇപ്പം മോക്ക് ടെസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സ്ട്രോങ് ഏരിയസും വീക്ക് ഏരിയസും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത്. ആൻഡ് അത് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യുന്നത്, നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിനുള്ള സ്കോപ്പുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, നമ്മൾ ഏതൊക്കെയാണ് വീക്ക്, ഏതൊക്കെയാണ് സ്ട്രോങ്, ഇനി എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് ഓരോന്നായിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്തു പോകാം. ആദ്യമേ വരുന്നൊരു കാര്യമാണ് നമ്മുടെ ഈ ഓവറോൾ പെർഫോമൻസ് അനലൈസ് ചെയ്യുക എന്നുള്ളത്. ഓവറോൾ പെർഫോമൻസ് അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കോറും നമ്മുടെ ടാർഗറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിളിന് വേണ്ടി നമുക്ക് ഒരു ചെറിയ എക്സാമ്പിൾ എടുക്കുക. SBI PO എന്നൊരു എക്സാം എടുക്കുക, ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ഇനി ഇപ്പോൾ അടുത്ത RRB ഒക്കെ വരുന്നുണ്ട്, IBPS വരുന്നുണ്ട്. അതുപോലെ ഏതൊരു എക്സാം എടുത്താലും ബാങ്ക് ആയാലും SSC ആയാലും ഏതൊരു എക്സാം ആയാലും നിങ്ങൾക്കറിയാം നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ നടന്നിട്ടുള്ള വെച്ച് അതിനൊരു കട്ട് ഓഫ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കട്ട് ഓഫ് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യുന്നത്, നമ്മുടെ ടാർഗറ്റ് എന്താണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ 100 അല്ലെങ്കിൽ 200 എന്ന് പറഞ്ഞൊരു ടാർഗറ്റ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ വരുന്ന സമയത്ത്. ഇവിടെ കുറച്ചുകൂടി എന്താ പറയുക, റിയലിസ്റ്റിക് ആയിട്ടുള്ള നമുക്ക് കുറച്ചുകൂടി പറ്റുന്ന പോലത്തെ ടാർഗറ്റ്സ് നമ്മൾ പ്ലാൻ ചെയ്യും. ഒരിക്കലും 100 പറ്റത്തില്ല എന്നല്ല പറയുന്നത്, പക്ഷേ നമുക്കറിയാം നമുക്കവിടെ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മതി. അപ്പോൾ ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള ടാർഗറ്റ്സ്, റിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ്സ് അത് പ്ലാൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ആ ടാർഗറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് SBI ക്ലർക്കിൻ്റെ എക്സാംസ് ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞു. SBI ക്ലർക്ക് തന്നെ എടുക്കാം. എന്താണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ റിലേറ്റ് ചെയ്യുന്നത് എഴുതുന്ന ഒരു എക്സാം SBI ക്ലർക്കിൻ്റെ എക്സാംസ് ആയതുകൊണ്ട് തന്നെ SBI ക്ലർക്കിൻ്റെ ഒരു പ്രീവിയസ് കട്ട് ഓഫ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു കട്ട് ഓഫ് പറയുകയാണെങ്കിൽ അറൗണ്ട് 78 ഒക്കെയാണ് മാക്സിമം വരുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ കട്ട് ഓഫ് വരുന്നത് 82 ഒക്കെയാണ് ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് ഏതെങ്കിലുമൊക്കെ സ്റ്റേറ്റിൻ്റെ വരുന്നത്. അപ്പോൾ ഇപ്പം എൻ്റെ ടാർഗറ്റ് പ്ലാൻ ചെയ്യുന്നത് ഒന്ന് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, ഒരിക്കലും നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് എഴുതുവാണെങ്കിൽ പോലും നമ്മുടെ കേരളത്തിൻ്റെ കട്ട് ഓഫ് നമ്മൾ ഈ പറഞ്ഞ ടാർഗറ്റായിട്ട് കീപ്പ് ചെയ്യുന്നതിന് പകരം എപ്പോഴും ഓൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വരുന്ന ഒരു സ്റ്റേറ്റിൻ്റെ ഏതാണോ അത് നിങ്ങൾ ടാർഗറ്റായിട്ട് പ്ലാൻ ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്കറിയാം ഈ കട്ട് ഓഫ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. ചിലപ്പം ചിലവർ കേരളത്തിലുള്ളവർ തമിഴ്നാട്ടിൽ പോയി എഴുതാറുണ്ട്, ചിലപ്പം ഇവിടെ വന്ന് എഴുതാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് ഈ പറയുന്ന കട്ട് ഓഫ് വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഈ കട്ട് ഓഫ് അല്ലെങ്കിൽ ടാർഗറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ടാർഗറ്റ് എടുക്കുമ്പോൾ ആദ്യം ആ ടാർഗറ്റ് പിക്ക് ചെയ്യേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് വന്നിട്ടുള്ള സ്റ്റേറ്റിൻ്റെ കട്ട് ഓഫ് എന്താണോ അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് എന്താണോ അത് പിക്ക് ചെയ്യുക. ഓക്കെ. ആ കട്ട് ഓഫ് പിക്ക് ചെയ്തതിന് ശേഷം ആ കട്ട് ഓഫിൽ നിന്ന് ഓക്കെ ആ ഒരു കട്ട് ഓഫിൽ നമ്മൾ ഇപ്പോൾ SBI ക്ലർക്കിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ 82 ആണ് ഓൾ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അത് +5 ആയിരിക്കണം നമ്മൾ ടാർഗറ്റ് സ്കോർ ആയിട്ട് പ്ലാൻ ചെയ്യേണ്ടത്. ഇപ്പോൾ 82 + 5 എന്ന് പറയുമ്പോൾ നമുക്കത് ഒരു 87 എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ 87 ആണ് നമ്മുടെ ടാർഗറ്റ് സ്കോർ എന്ന് പറയുന്നത് നമുക്ക് ഫിക്സ് ചെയ്യാം. വൺസ് അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ
നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ സ്കോറും ഈ ഒരു ടാർഗറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കണം, കുറച്ച് കൊണ്ടുവരണം. ആൻഡ് ഫൈനലി നമ്മുടെ ഈ പറഞ്ഞ ടാർഗറ്റിലേക്ക് റീച്ച് ആവണം. അതിനുശേഷം ഒരു പോയിന്റ് റീച്ച് ആവണം ദാറ്റ് ഈ ടാർഗറ്റ് അതിനേക്കാളും മേളിലായിരിക്കണം നമ്മുടെ സ്കോർ വരുന്നത്. ഏതെങ്കിലും ഒരു മോക്കിൻ്റെ വന്നാൽ പോരാ, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മോക്കിൻ്റെയും സ്കോർ വരുന്നത് ഈ ഒരു 87 മുകളിലായിരിക്കണം. സോ ആ ഒരു പോയിന്റ് റീച്ച് ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കണം, മോക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇങ്ങനെ ആദ്യം എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതോ ആ ഒരു എക്സാമിൻ്റെ ഏറ്റവും ആ ഒരു ടാർഗറ്റ് സ്കോർ എന്താണോ അത് പ്ലാൻ ചെയ്യുക. അതല്ല നിങ്ങൾ ഒന്നിക്കുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ആ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ എക്സാംസിൻ്റെയും ഓൾമോസ്റ്റ് ടോട്ടൽ മാർക്ക് സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വരുന്ന ഏത് എക്സാമിൻ്റെ ആണോ ആ എക്സാമിൻ്റെ കട്ട് ഓഫ് പ്ലാൻ ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ SBI ക്ലർക്കും നോക്കുന്നുണ്ട്, RRB ക്ലർക്കും നോക്കുന്നുണ്ട്, IUPS ക്ലർക്കും നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ ഏതാണോ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് വരുന്നത് ആ കട്ട് ഓഫ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 87 എന്നൊരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ പിക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ അവിടെ 100 എന്നൊരു ആംഗിൾ ഒരിക്കലും കീപ്പ് ചെയ്യില്ല, 87. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമേ ടാർഗറ്റ് പ്ലാൻ ചെയ്യുക. ഇനി അടുത്ത ഒരു സംഭവമാണ്, അപ്പം നിങ്ങൾ ആ ടാർഗറ്റ് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ടാർഗറ്റ് ഏത് എക്സാമിൻ്റെ ആണ് നിങ്ങൾക്ക് വേണ്ടി എന്നുള്ളത് നിങ്ങളുടെ മൈൻഡ് ഇപ്പം വന്നിട്ടും ഉണ്ടായിരിക്കും. ആ എക്സാം നിങ്ങളുടെ ബ്രാക്കറ്റിൽ നോട്ട് ചെയ്യുക. അതിൻ്റെ ടാർഗറ്റ് എന്താണെന്നുള്ളത് നിങ്ങളത് സെർച്ച് ചെയ്തൊന്ന് എടുത്ത് നിങ്ങളത് പ്ലാൻ ചെയ്താൽ മതി. ഇനി അടുത്തതാണ് അക്യുറസി. അക്യുറസി എന്ന് പറയുന്നത് എഗെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. അക്യുറസി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചിലവരുണ്ട് കുറച്ച് മാത്രമേ എഴുതത്തുള്ളൂ, പക്ഷേ 100% അക്യുറസി ആയിരിക്കും. എത്ര ക്വസ്റ്റൻ എഴുതി, ഇപ്പോൾ ഞാൻ ചിലപ്പോൾ 70 എണ്ണേ എഴുതത്തുള്ളൂ, പക്ഷേ 70 എണ്ണവും എൻ്റെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ടഫ് ഷിഫ്റ്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ 70 എഴുതി കഴിഞ്ഞാൽ നോർമലൈസേഷൻ കൂടി കയറുമ്പോൾ ആ മാർക്ക് പിന്നെയും കൂടിയിട്ട് ചിലപ്പോൾ അങ്ങനെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, പക്ഷേ അതേ സ്ഥലത്ത് ചിലവരുണ്ട് ഒരുപാട് അറ്റൻഡ് ചെയ്യും, ചിലപ്പോൾ 85, 90, 95 ഒക്കെ ആയിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ അവിടെ എന്തായിരിക്കും കുറേ ക്വസ്റ്റൻസ് മിസ്റ്റേക്ക് ആയിരിക്കും. സ്റ്റിൽ അവർക്ക് കിട്ടുന്ന മാർക്കും എന്ത് തന്നെ ആയിരിക്കും, ഈ പറയുന്ന പോലെ 70 റേഞ്ചിലേക്ക് ഈ നെഗറ്റീവ് എല്ലാം പോയിട്ട് തെറ്റിയ ക്വസ്റ്റൻസ് നെഗറ്റീവ് ഒക്കെ വന്നിട്ട് ആ നെഗറ്റീവ് എല്ലാം കൂടി കിട്ടിയ ആൻസറിൽ നിന്ന് മൈനസ് ആയി ആ മാർക്ക് പിന്നെയും കുറഞ്ഞിട്ടായിരിക്കും ചിലപ്പം ആ 70 റേഞ്ചിലേക്ക് റീച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. സോ നിങ്ങൾ 70 എണ്ണേ എഴുതുന്നുള്ളൂ, ആ 70 എണ്ണവും ശരിയായിരിക്കണം. നിങ്ങൾക്ക് അക്യുറസി ഒരു 100% കൊണ്ടുവരാൻ നോക്കുക. എനിക്കറിയാം 100% എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അത് പോസിബിൾ ആണ്. റീസണിൽ അത് ഓൾമോസ്റ്റ് പോസിബിൾ ആണെന്നൊക്കെ പറയാം, പക്ഷേ ഇംഗ്ലീഷിൽ അത് അത്രയ്ക്ക് പോസിബിൾ അല്ല എന്ന് എനിക്കറിയാം. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, മാക്സിമം അക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ റീച്ച് ചെയ്യാൻ നിങ്ങൾ അവിടെ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ഇമ്പോർട്ടൻ്റ് എന്താണ്, കുറച്ച് ക്വസ്റ്റ്യൻ മാത്രം എഴുതി അതെല്ലാം ശരിയാക്കുന്നതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ദാൻ നിങ്ങൾ 95, 100 ക്വസ്റ്റൻസ് എഴുതിയിട്ട് അതിൽ കുറേ തെറ്റിക്കുന്നത്. അതിനേക്കാളും എപ്പോഴും നല്ലതാണ് കുറച്ച് ക്വസ്റ്റ്യൻ മാത്രം എഴുതി അത് മൊത്തം ശരിയാക്കുന്നത്. ആൻഡ് വിത്ത് ടൈം ആ കൗണ്ട് കൂട്ടി കൊണ്ടുവന്നത്. ഇപ്പോൾ ഞാൻ ആദ്യം എഴുതിയപ്പോൾ 70 കിട്ടുള്ളൂ, 70 എൻ്റെ ശരിയാണ്, പക്ഷേ കട്ട് ഓഫ് ഞാൻ ക്ലിയർ ചെയ്യത്തില്ലായിരിക്കും. നോർമലൈസേഷൻ വന്നാലും ചിലപ്പം കട്ട് ഓഫിൻ്റെ അടുത്തേക്കൊക്കെ റീച്ച് ആകത്തേ ഉള്ളൂ. പക്ഷേ എന്ത് ചെയ്യണം, പിന്നെ പതുക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 70 തന്നെ നിങ്ങൾ നിൽക്കത്തില്ലല്ലോ, പ്രാക്ടീസ് ചെയ്യുന്നതോറും ആ കൗണ്ട് കൂടി വരും എന്ന് പറഞ്ഞാൽ ആ സമയം നിങ്ങൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്യുക, അക്യുറസി അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അല്ല ഞാൻ 85, 100, 90 ഒക്കെ എഴുതി അതിന് കട്ട് ഓഫ് ക്ലിയർ ആവുമായിരിക്കും, അതാവുമോ ഇല്ലയോ, ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. 70 എഴുതി 70 ശരിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ആ ഒരു രീതിയിൽ എപ്പോഴും മോക്ക് ടെസ്റ്റ് പ്ലാൻ ചെയ്യുക. അത് ആദ്യം തൊട്ടേ നിങ്ങൾ ആദ്യമേ ഫസ്റ്റ് മോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ 40 എണ്ണേ എഴുതുന്നുള്ളൂ, ഒരു കുഴപ്പമില്ല, ആ 40 എണ്ണം ശരിയാക്കിയാൽ മതി. ബാക്കിയുള്ള 60 എണ്ണം നിങ്ങൾ പിന്നെ റിവ്യൂ ചെയ്യുക. ഈ 40 എന്നുള്ള കൗണ്ട് പിന്നെ കൂട്ടി കൊണ്ടുവന്നാൽ മതി, നിങ്ങളുടെ ഈ ടാർഗറ്റ് പറഞ്ഞ സ്കോറിലേക്ക് കൊണ്ടുവന്നാൽ മതി. പക്ഷേ നിങ്ങൾ എപ്പോഴും ആ അക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത നിങ്ങൾക്കറിയാം ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം ഇപ്പം ബാങ്ക് എക്സാംസ് ഒക്കെ ആണെങ്കിൽ അവിടെ സെക്ഷണൽ ടൈമിംഗ് കൂടി ഉണ്ട്. അപ്പോൾ സെക്ഷണൽ ടൈമിംഗ് വരുമ്പം ആ ഒരു ടൈം മാനേജ്മെൻറ്റ് അഗെയിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ഒരു സെഷനിൽ നിന്ന് അടുത്ത സെഷനിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആ ഒരു സെഷൻ എന്താ പറയുക ഒരു അലോട്ട് ചെയ്തേക്കുന്ന സമയമുണ്ട്, ആ സമയത്തിൻ്റെ തന്നെ തീർക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര ക്വസ്റ്റൻ ഉണ്ട്, എനിക്ക് 20 മിനിറ്റ് ഉണ്ട് എന്നുള്ളത് വെച്ച് കമ്പയർ ചെയ്ത് നിങ്ങളവിടെ ഒരു ക്വസ്റ്റന് കൊടുക്കാൻ പറ്റുന്ന ടൈം മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ചെയ്തു പോകേണ്ടത്. ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ്. ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ബാങ്ക് എക്സാംസ് ആണെന്ന് നോക്കിയെങ്കിൽ എല്ലാത്തിനും ഒരേപോലത്തെ ഒരു ടൈം മാനേജ്മെൻറ്റ് കൊണ്ടുവന്നാൽ മതി. ബിക്കോസ് എല്ലാത്തിനും ക്വസ്റ്റിൻ്റെ കൗണ്ട് ഓൾമോസ്റ്റ് സെയിം ആണ്, അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം തന്നെയാണ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, 20 മിനിറ്റാണ് മിക്കവാറും എല്ലാത്തിനും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടൈം മാനേജ്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ട് അത് എല്ലാ എക്സാമിലും അതേപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. അത് നിങ്ങൾ മോക്ക് ടെസ്റ്റിൻ്റെ സമയത്ത് തന്നെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരികയും വേണം. എനിക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് പോവാം. ഐഡൻറ്റിഫൈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അപ്പം നമ്മൾ ഓരോ ഈ പറഞ്ഞ സെക്ഷൻ വൈസ് പെർഫോമൻസ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ സ്ട്രെങ്ത് ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് തന്നെ ഏറ്റവും സ്ട്രോങ് ഏരിയ ഏതാ വീക്ക് ഏരിയ ഏതാ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. സോ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ ഇപ്പോൾ 3 സെഷൻസ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് ആൻഡ് ഇംഗ്ലീഷ്. ഏതാണ് നിങ്ങളുടെ ഏറ്റവും സ്ട്രോങ് ഏരിയ, ഏതാണ് നിങ്ങളുടെ ഏറ്റവും വീക്ക് ഏരിയ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. എനിക്ക് ഇംഗ്ലീഷ് വീക്ക് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷിനെ മാത്രം സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, വളരെ ഡീപ്പായിട്ടുള്ള റിവ്യൂ, ആ സ്കോർ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ
നിങ്ങളുടെ മിസ്റ്റേക്സ് റക്കർ ആവുന്നുണ്ടോ, നിങ്ങളുടെ സ്കോർ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ, അതോ ഈ മിസ്റ്റേക്സ് അതേപോലെ തന്നെ റക്കർ ആയിക്കൊണ്ടിരിക്കുക എല്ലാ മോക്ക് ചെയ്യുമ്പോഴും എന്നുള്ളതൊക്കെ നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യുക. എൻ്റെ ആ സ്കോർ നോട്ട് ചെയ്യുക. ഓക്കെ, ഒരുപാട് പേരും ചെയ്യാത്തൊരു കാര്യമാണ്, മോക്ക് ചെയ്യും റിവ്യൂ ചെയ്യും അങ്ങ് വിടും. അങ്ങനല്ല, നിങ്ങളുടെ ഓരോ ഡേറ്റും ഓരോ ഡേയും നിങ്ങൾ ചെയ്യുന്ന മോക്കിൻ്റെ ഡേറ്റ് ഇട്ടിട്ട് ഏത് സൈറ്റിൽ നിന്നാണ് ചെയ്തെന്നുള്ളത് നോട്ട് ചെയ്തിട്ട് എത്ര നിങ്ങൾക്ക് സ്കോർ കിട്ടി, അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്, ഏതൊക്കെയാണ് വിട്ടു പോകുന്നതെന്നുള്ളത് ക്ലിയർലി നോട്ട് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ടോപ്പിക് വൈസ്, ഓക്കെ, നമ്മളിപ്പോൾ സെക്ഷൻ വൈസ് പറഞ്ഞ പോലെ തന്നെ ടോപ്പിക് വൈസും വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി ആപ്റ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ എപ്പോഴും മോക്ക് ചെയ്യുമ്പോൾ ഒരു ടോപ്പിക് ആണോ വിട്ടു പോകുന്നത്, എപ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണോ വിട്ടു പോകുന്നത്, എപ്പോഴും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ വിട്ടു പോകുന്നത്, എപ്പോഴും എനിക്ക് മിസ്റ്റേക്ക് വരുന്ന ഏരിയ ഏതാ, എപ്പോഴും എനിക്ക് വിട്ടു പോകുന്ന ഏരിയ ഏതാ, എപ്പോഴും എനിക്ക് കൂടുതൽ സമയം എടുക്കുന്ന ഏരിയ ഏതാ, ഈ ഒരു കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് നോട്ട് ചെയ്തെടുക്കുക ഇനി തൊട്ട്. എന്നിട്ട് അത് നിങ്ങളെ കൂടുതൽ അനലൈസ് ചെയ്യാൻ നോക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആവും. ഇനി മുമ്പോട്ട് പോകുമ്പോൾ അടുത്തതാണ് നമ്മുടെ ഈ പറഞ്ഞ ടൈമിൻ്റെ അലൊക്കേഷൻ. ഇപ്പം ഞാൻ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം, ടൈം ഏതിനാണ് കൂടുതൽ എടുക്കുന്നത് എന്നുള്ളത് നോട്ട് എന്ന് പറഞ്ഞൊരു കാര്യം കൂടിയാണിത്. ടൈം സ്പെൻഡ് ഓൺ ഈച്ച് സെക്ഷൻ. ഓക്കെ, ഓരോ സെക്ഷനിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയം, ഇപ്പോൾ നിങ്ങൾക്കറിയാൻ ചില സമയത്ത് ഇംഗ്ലീഷ് നമ്മൾ നേരത്തെ എഴുതി തീരാറുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈ പറഞ്ഞ തന്നേക്കുന്ന ടൈം വേണ്ട നമുക്ക്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ബാക്കിയുള്ള സെഷൻസ് വരുമ്പോൾ നമുക്ക് ചിലപ്പം ഈ ഒരു 35 ദിവസം ഉണ്ടെങ്കിൽ ചിലപ്പം മിക്കവാറും പേർക്ക് 25 ദിവസത്തിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റാറുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾ കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ടൈമിനുള്ളിൽ ആ ക്വസ്റ്റ്യൻസ് കൂടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് പോവുക. അതുപോലെ തന്നെ ഏതെങ്കിലും നിങ്ങൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അടുത്തൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളങ്ങ് വിട്ടുകളയും. ചെയ്യാത്ത ക്വസ്റ്റ്യൻസും തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ പലരും നോക്കാറുള്ളൂ. സോ ആ ചെയ്യാത്തതും തെറ്റിച്ച ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെയും പെർ ക്വസ്റ്റ്യൻ ടൈം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ആ പെർ ക്വസ്റ്റ്യൻ ടൈം എത്ര എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ടൈം 1 മിനിറ്റ് കൂടുതലാണെങ്കിൽ, ഓക്കെ, 1 മിനിറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ അത് ഏത് ടോപ്പിക്കാണ്, അത് ആ ടോപ്പിക്കിലെ ഏത് കൺസെപ്റ്റാണ് നിങ്ങൾക്ക് ഇത്രയും സമയം എടുത്തത്, ആ സമയം എടുക്കാനുള്ള റീസൺ എന്താ, ക്വസ്റ്റിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണോ സമയം എടുത്തത്, അതോ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം ചെയ്തപ്പോൾ കാൽക്കുലേഷനിലാണോ സമയം എടുത്തത്, കൺസെപ്റ്റ് ആണോ നിങ്ങൾക്ക് ഡൗട്ട് വന്നത്, എന്താണോ അത് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്തെടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാണ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫിക്കൽട്ടി ലെവൽ. നമുക്കറിയാം നമ്മൾ എഴുതുന്ന എല്ലാ എക്സാംസ് ഒരേപോലെ ആയിരിക്കില്ല. ചിലത് ഈസി ആയിരിക്കും, ചിലത് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ചില സൈറ്റുകളിൽ നിന്ന് എഴുതുമ്പോൾ ആ ഡിഫിക്കൽട്ടി ലെവൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചില സൈറ്റ്സിൽ എളുപ്പമായിരിക്കും, ചില സൈറ്റിൽ എഴുതുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നാറുണ്ട്. സോ അതും ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പം ഡിഫിക്കൽട്ടി ഓഫ് മിസ്റ്റേക്സ്, നമ്മൾ ചെയ്ത തെറ്റുകളിലെ ഡിഫിക്കൽട്ടി, ആ ഡിഫിക്കൽട്ടി എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ ടോപ്പിക് അറിയാത്തതുകൊണ്ടാണോ, ആ കൺസെപ്റ്റ് അറിയാത്തതുകൊണ്ടാണോ, അതോ നിങ്ങൾക്ക് കെയർലെസ് മിസ്റ്റേക്ക് ആണോ വന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്കത് റിപ്പീറ്റ് ചെയ്തപ്പോൾ അറിയാതെ ആദ്യം തെറ്റിയതിന് ശേഷം പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണോ ആ മിസ്റ്റേക്ക് വന്നത്, അതോ ശരിക്കും ആ ടോപ്പിക് ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണോ, എന്താണ് എന്നുള്ള റീസൺ ഉറപ്പായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ടഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആ ടഫ് ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യുക, അതിൻ്റെ കൺസെപ്റ്റ് നോട്ട് ചെയ്യുക, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നിങ്ങൾ ക്ലിയർലി എഴുതിയെടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു മോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കുകയാണ് ഏതായിരുന്നു ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറയാൻ പറ്റണം. ഏതിനാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഏത് കൺസെപ്റ്റാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. അതുപോലെ അടുത്തതാണ് കമ്പയർ വിത്ത് പ്രീവിയസ് മോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഓരോ മോക്ക് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ മാർക്ക് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെച്ച് പോകണം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ മോക്ക് ചെയ്ത അതേ മിസ്റ്റേക്സ് റെക്കർ ആവുന്നുണ്ടോ, വീണ്ടും റിപ്പീറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങൾ ആ സ്കോർ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഈ പ്രീവിയസ് മോക്ക് വെച്ച് ഇത് കമ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഇതിന് മുമ്പുള്ള പല എൻ്റെ സെഷൻസിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ട്രാക്കർ അല്ലെങ്കിൽ ട്രാക്കിംഗ് ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ മോക്കിൻ്റെ. നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത്, റിവ്യൂ ചെയ്യുന്നതിനേക്കാളും മുമ്പേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, ഓക്കെ, നിങ്ങളുടെ റൈറ്റ് എത്ര ആയിരുന്നു, അതുപോലെ നിങ്ങളുടെ ഈ പറഞ്ഞ റോങ് എത്ര, നിങ്ങൾ എത്ര എണ്ണം വിട്ടു എന്ന് വേണ്ട, ഓക്കെ, നിങ്ങൾ എത്ര എണ്ണം റൈറ്റ് ആക്കി. ഞാൻ മൊത്തം 78 എണ്ണം ശരിയാക്കി, എത്ര എണ്ണം ഞാൻ തെറ്റിച്ചു, 7 എണ്ണം ഞാൻ തെറ്റിച്ചു. ഇത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതേ പ്രോസസ്സ് എവിടെയും റിപ്പീറ്റ് ചെയ്യുക. QA, നിങ്ങളുടെ റീസണിങ്, നിങ്ങളുടെ ഇംഗ്ലീഷ്, ഈ 3 ഏരിയയിലും വന്നിട്ട് നിങ്ങളുടെ റൈറ്റ് എത്ര ആയിരുന്നു, റോങ് എത്ര ആയിരുന്നു, സെയിം പ്രോസസ്സ് ബാക്കിയുള്ള 2 എണ്ണത്തിലും ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അത് കറക്റ്റായിട്ട് എഴുതുക. അപ്പം ഞാൻ QA, എൻ്റെ SBI ക്ലർക്കാണ്, QA ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഞാനൊരു 30 എണ്ണം ശരിയാക്കി, എനിക്ക് 2 എണ്ണം അവിടെ തെറ്റി. റീസണിങ് വന്നപ്പം ഞാൻ ഈ ഒരു 28 എണ്ണം ശരിയാക്കി, എനിക്കവിടെ 3 എണ്ണം തെറ്റി. ഇതേപോലെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എത്ര എണ്ണം ശരിയാക്കി, എത്ര എണ്ണം തെറ്റി എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ട്രാക്കർ കീപ്പ് ചെയ്യുക എന്നുള്ളത്, ഈ ട്രാക്കിംഗ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രം നമ്മുടെ പ്രോഗ്രസ് ഐഡൻറ്റിഫൈ ചെയ്യാനും നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലും ഗ്യാപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കിലോട്ടായി പോകുന്നുണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. ആൻഡ് ആ മിസ്റ്റേക്സിൽ വരുന്ന പാറ്റേൺ, എപ്പോഴും നമ്മൾ ഈ മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ ഒരേ പാറ്റേണിലാണ് മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനും ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. സോ ഇതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വിചാരിച്ചു ഈ ഒരു സെഷനിൽ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത 5 മാസം കഴിഞ്ഞ് വരാൻ പോകുന്ന എല്ലാ ഒരുപാട് എക്സാംസ് ഉണ്ട്. ഈ 5 മാസവും ഓരോ ഡേയിലും നിങ്ങൾ ചെയ്ത ഡേറ്റ് ഇട്ട് നിങ്ങൾ ഏത് മോക്കിൽ നിന്നാണോ സൈറ്റിൽ നിന്നാണോ മോക്ക് ചെയ്ത് ആ സൈറ്റിൻ്റെ പേരും എഴുതി ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് പോവുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് ഡെഫിനറ്റ്ലി കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി
ഫോക്കസ് ഓൺ സില്ലി മിസ്റ്റേക്സ്. നിങ്ങളുടെ സില്ലി മിസ്റ്റേക്സ് ഇപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള ചെറിയ കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ചിലർ അറിയാം, നമുക്ക് ഈ തെറ്റുകൾ വരുന്നത് ചിലപ്പോൾ അറിയാത്തതുകൊണ്ടായിരിക്കത്തില്ല, ചിലപ്പം സില്ലി ആയിട്ട് അറിയാതെ കെയർലെസ് മിസ്റ്റേക്ക് വരാറുണ്ട്. ആ കെയർലെസ് മിസ്റ്റേക്ക് റിപ്പീറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നോട്ട് ചെയ്യുക ആൻഡ് അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ സ്പീഡ് വേഴ്സസ് അക്യുറസി. ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സ്പീഡ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൂടണം, പക്ഷേ ആ സ്പീഡ് കൂടാന്നത്തെ അക്യുറസി കുറയാൻ പാടില്ല. ഓക്കെ, ഈ സ്പീഡ് കൂടുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ അക്യുറസി എന്ത് തന്നെ ചെയ്ത് വരണം, കൂടി വരണം. ആദ്യം നിങ്ങളുടെ സ്പീഡ് കൂടുമ്പോൾ അക്യുറസി കുറയും, പക്ഷേ അത് രണ്ടും കൂടുന്ന ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആംഗിളിലേക്ക് കൊണ്ടുവരണം. പക്ഷേ അത് വിത്ത് പ്രാക്ടീസ് പറ്റില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സ്പീഡ് തന്നെ പതുക്കെ കൊടുത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ അക്യുറസി നിങ്ങൾക്ക് ആദ്യം തൊട്ടേ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ തുടക്കത്തിൽ ആദ്യത്തെ മോക്ക് ചെയ്യുമ്പോൾ 40 തന്നെ ചെയ്യുന്നുള്ളൂ, 40 ചെയ്താൽ മതി. ആ 40 ശരിയായിരിക്കണം. ഓക്കെ, ആ രീതിയിലാണ് നിങ്ങൾ മോക്ക് ചെയ്തു പോകേണ്ടത്. ആൻഡ് നിങ്ങൾ ഈ സ്പീഡ് എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ക്യു എ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ബേസിക് കാൽക്കുലേഷൻസ് ഒന്ന് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യു എ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സ്കോപ്സ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അടുത്ത ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തെടുക്കുക. ഓക്കെ, അതും ഈ പറഞ്ഞ കുറേ മോക്ക് ചെയ്യുമ്പം പ്രാക്ടീസായി വരുന്നൊരു കാര്യമാണ്. ഓക്കെ, നമുക്ക് ആദ്യം തൊട്ടേ അതിങ്ങനെ പറഞ്ഞ് ഫോളോ ചെയ്യുന്ന പാടാണെങ്കിലും അത് മോക്ക് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് സ്ട്രാറ്റജി ഫോളോ ചെയ്യണം. നിങ്ങൾക്കറിയാം, ചിലൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ചെയ്തേ അടങ്ങും എന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ചെയ്യും, ആ ശരി ആൻസർ കിട്ടുന്ന വരെ ചെയ്തുകൊണ്ടേയിരിക്കും ചിലർ. പിന്നെ ഒരുപാട് കഴിഞ്ഞ് കുറേ സമയം പോയെന്ന് അറിയുമ്പോൾ ആയിരിക്കും വിട്ടുകളയുക. അങ്ങനല്ല, ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഒരു വട്ടം ചെയ്തു, അത് തെറ്റി, അത് വീണ്ടും ചെയ്താലും തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അടുത്ത ക്വസ്റ്റിലേക്ക് പോവുക. ആ ക്വസ്റ്റിന് കൊടുത്ത സമയം വീണ്ടും നിങ്ങൾ അതിന് തന്നെ കൊടുക്കുന്നതിന് പകരം ബെറ്റർ ആയിരിക്കും ആ ക്വസ്റ്റിന് കൊടുത്ത സമയം വേറൊരു ക്വസ്റ്റിന് കൊടുക്കുന്നത്. നിങ്ങൾ ആ ഒരു വട്ടം ചെയ്തു, അത് തെറ്റിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും തെറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു നെഗറ്റീവ് വരുന്നുണ്ട്. ഓക്കെ, നെഗറ്റീവ് മാർക്കിങ്ങിലല്ല, നിങ്ങൾക്ക് അകത്തുള്ളിൽ ഒരു നെഗറ്റീവ് ഫീൽ വരുവാണ്. ഓക്കെ, ഇത് ഡിഫിക്കൽട്ടാണ്, ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റൻസ് നിങ്ങൾ ചിലപ്പം കൂടുതൽ ആ നെഗറ്റീവിൽ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയല്ല, ചെയ്തു കിട്ടിയില്ല സ്കിപ്പ് ചെയ്യുക, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് കീപ്പ് ചെയ്യുക. ചെയ്തു കിട്ടിയില്ല സ്കിപ്പ് ചെയ്യുക, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നിങ്ങൾക്കത് റിപ്പീറ്റ് ചെയ്യണോ, ലാസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്തു, എന്തിനാണ് അപ്പം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്? സോ ഈ ഒരു സ്കിപ്പ് ചെയ്യുന്ന സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കീപ്പ് ചെയ്യുക. എന്താ നിങ്ങൾക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രയോറിറ്റി, അത് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഏതൊക്കെ ടോപ്പിക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അത് ഫോക്കസ് ചെയ്യുക. അടുത്തത് റിവൈസ് ആൻഡ് റീലേൺ. നമ്മൾ ഈ പറയുന്ന പോലെ മോക്കിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അതിനെ നല്ലപോലെ റിവ്യൂ ചെയ്യുക. ഈ ഒരു ചെറിയ ഏരിയ, ഓക്കെ, നിങ്ങൾക്ക് വിട്ടുപോയതും തെറ്റിയത് മാത്രമല്ല, ഇവ നിങ്ങൾ ചെയ്ത ഏരിയാസ് പോലും എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക. എന്നിട്ട് അതിൽ വരുന്ന കൺസെപ്റ്റുകൾ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയാതാണ് തെറ്റിയെങ്കിൽ ആ കൺസെപ്റ്റ് വീണ്ടും എന്ത് ചെയ്യുക, വീണ്ടും പഠിച്ച് ബെറ്റർ ആക്കി എടുക്കുക. വീക്കായിട്ടുള്ള ടോപ്പിക്സ് എപ്പോഴും ഓരോ മോക്ക് കഴിയുമ്പോഴും നിങ്ങളൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ഏത് കൺസെപ്റ്റാണ് വിട്ടുപോയത്, ഏത് ടോപ്പിക് ഏത് കൺസെപ്റ്റാണ് വിട്ടുപോയത് എന്നുള്ള ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ഇനി അടുത്ത എക്സാമിൻ ക്വസ്റ്റ്യൻ ടൈപ്സ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ടൈപ്സ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പം നമുക്കറിയാം ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും, ചില തെറ്റിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും ചില വാല്യൂസ് ഒക്കെ കാണാറുണ്ട്, നമുക്കറിയാം ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതൊരു ട്രാപ്പ് ആണെങ്കിൽ ആ ട്രാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതല്ല എന്തെങ്കിലും ഒരു ട്രിക്കാണ്, ചിലപ്പോൾ ചില ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഭയങ്കര എളുപ്പമായിരിക്കും, ട്രിക്കി ക്വസ്റ്റൻ ആയിരിക്കും. എനിക്ക് അങ്ങനെയൊക്കെ വരുന്ന കേസുകളാണെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൺസെപ്റ്റും ഫോർമുലയും, ഓക്കെ, ഈ ഒരു രണ്ട് കാര്യങ്ങൾ. ഫോർമുല എപ്പോഴും സെക്കൻഡറി ആയിരിക്കണം, നിങ്ങളുടെ കൺസെപ്റ്റ് സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ, കൺസെപ്റ്റ് സ്ട്രോങ് ആണെങ്കിൽ ചിലപ്പോൾ ഫോർമുല ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, കൺസെപ്റ്റ് ആണോ ഫോർമുല ആണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി കൺസെപ്റ്റ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇനി ആ കൺസെപ്റ്റ് ഫോർമുല വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഫോർമുല വെച്ച് ചെയ്യുക. അതല്ല ഫോർമുല വെച്ച് ചെയ്യാതെ കൺസെപ്റ്റ് യൂസ് ചെയ്ത് വളരെ പെട്ടെന്ന് ആൻസേഴ്സ് എടുക്കാൻ പറ്റുമെങ്കിൽ അതിനെ ആൻസേഴ്സ് അങ്ങനെ എടുക്കാൻ നോക്കുക. എപ്പോഴും ഫോർമുല ഒരു സെക്കൻഡറി ആയിട്ട് കീപ്പ് ചെയ്യുക. ഫസ്റ്റ് ഒരിക്കലും ഫോർമുല ആയിരിക്കും. നമുക്കറിയാം പണ്ട് സ്കൂൾ തൊട്ടേ നമുക്ക് കിട്ടുന്ന ഒരു അപ്രോച്ച് ഉണ്ട്, ക്വസ്റ്റ്യൻ കിട്ടി ഫോർമുല എടുത്ത് വാല്യൂ ഇട്ടു നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്തെടുത്തു. അങ്ങനെയല്ല, കോമ്പറ്റേറ്റീവ് എക്സാമിൽ വരുമ്പോൾ ഈ ഫോർമുലാസ് എടുക്കാതെ ആൻസർ എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് ഫോർമുലേറ്റ് എ ന്യൂ അപ്രോച്ച്. ഓക്കെ, നമുക്കിപ്പം ഫോളോ ചെയ്യുന്ന ഒരു അപ്രോച്ച് വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് തോന്നുവാണ് ഞാൻ കുറേ മൂക്ക് ചെയ്തു, എനിക്കത് എത്ര ചെയ്തിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല എന്നാണെങ്കിൽ ഇപ്പം അങ്ങനെ ആ ഒരു ഫീലിംഗ് ഉള്ള കുറേ പേരെങ്കിലും ഇപ്പം എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. എനിക്ക് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളവരുമായിട്ട്, ഓക്കെ, ചിലപ്പോൾ അതൊരു മെൻറ്റർ ആയിരിക്കാം, നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ഈ എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഒരു ബ്രദറോ സിസ്റ്ററോ ഫ്രണ്ടോ കസിനോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുക, എങ്ങനെയാണ് അവരത് ക്ലിയർ ചെയ്യുന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു പുതിയ അപ്രോച്ച് അല്ലെങ്കിൽ ഒരു പുതിയ സ്റ്റൈല് നിങ്ങൾ അവിടെ നിന്ന് അഡാപ്റ്റ് ചെയ്യാൻ നോക്കുക. അത് നിങ്ങൾ ഓൾറെഡി ഫോളോ ചെയ്യുന്ന സ്ട്രോങ് ആയിട്ടുള്ള ചില ഏരിയസ് ആണ്. ആ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയസും ഈ പറഞ്ഞു തരുന്ന മെൻറ്റേഴ്സ് അല്ലെങ്കിൽ ആരാന്ന് വെച്ചാൽ നിങ്ങളിപ്പം പറഞ്ഞു തരുന്ന ഏതൊരാളും നിങ്ങളുടെ ഒരു മെൻറ്റർ ആണെന്ന് പറയാം. അപ്പോൾ ആ ഒരു മെൻറ്റർ പറഞ്ഞു തരുന്ന ഒരു സപ്പോർട്ട് അവരുടെ ഐഡിയാസ് കൂടി യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറഞ്ഞ ഐഡിയാസ് കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്ത് നിങ്ങളൊരു പുതിയ അപ്രോച്ച് സ്റ്റൈൽ ഫോർമുലേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഫോളോ ചെയ്ത് ട്രൈ ചെയ്യുക. ഓക്കെ, എപ്പോഴും പുതിയ ഐഡിയാസ് യൂസ് ചെയ്യുക, അപ്രോച്ചസ് യൂസ് ചെയ്യുക, ഏതാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കുക. പക്ഷേ ഇതെല്ലാം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, എക്സാമിൻ്റെ തൊട്ട് തലേന്നോ എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പ് നമ്മൾ ഈ പുതിയ ഐഡിയാസ് കൊണ്ടുവന്നൊരു കാര്യമില്ല ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയിട്ട്. നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ 2 മാസം മുമ്പെങ്കിലും ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, മോക്ക് ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങളൊരു 3
3 മാസം മുമ്പെങ്കിലും ഏറ്റവും മിനിമം സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. സോ അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പറേഷൻ എത്ര നേരത്തെ തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ എക്സാം എഴുതാമെന്നുള്ള സ്ട്രാറ്റജി, നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ്, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, സ്കിപ്പ് ചെയ്യണോ, ട്രാപ്പ് ആണോ, ട്രിക്കാണോ, എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് നിങ്ങൾ മുമ്പിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻഡ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഗോൾസ് പ്ലാൻ ചെയ്യുക. ഷോർട്ട് ടേം ഗോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഞാൻ ഇപ്പം മോക്ക് ടെസ്റ്റിൽ എനിക്ക് QAയിൽ എനിക്ക് 35 എനിക്ക് ഈ പറയുന്ന ഏത് മോക്ക് എഴുതിയാലും എനിക്ക് 32+ കിട്ടണം. ഇതൊക്കെയാണ് ഷോർട്ട് ടേം ഗോൾസ് എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് എനിക്ക് വീക്കായിരുന്നു, ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇപ്പം എനിക്ക് ശരിയാക്കി, ഞാനത് ഏത് മോക്ക് വന്നാലും പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യും. ഇങ്ങനെയുള്ള ഷോർട്ട് ടേം ഗോൾസ് പ്രിപ്പയർ ചെയ്തെടുക്കുക. ലോങ് ടേം ഗോൾ എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്ത് പറഞ്ഞൊരു കാര്യം, എനിക്ക് 87 ആണ് എൻ്റെ ടാർഗറ്റ്. ആ 87 എനിക്ക് കിട്ടിയിരിക്കണം. ഏത് സൈറ്റിൽ നിന്ന് ഏത് മോക്ക് ചെയ്താലും എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും എനിക്ക് 87 കിട്ടിയിരിക്കണം. അതാണ് എൻ്റെ ലോങ് ടേം ഗോൾ എന്ന് പറയുന്നത്. ആൻഡ് വളരെ സിമ്പിളായിട്ടുള്ള ഗോൾസ് കീപ്പ് ചെയ്യുക. ഓക്കെ, എല്ലാം ഡിഫിക്കൽട്ടായിട്ടുള്ള എനിക്ക് 100 കിട്ടണം, എനിക്ക് 35 കിട്ടണം. ഓക്കെ, അങ്ങനെയുള്ള ഗോൾസ് കീപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് സെൽഫ് ഡൗട്ട്സും വരാറുണ്ട്. ഈ സെൽഫ് ഡൗട്ട്സ് ഒക്കെ മാറണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഓൾറെഡി ഗോ ത്രൂ ചെയ്തിട്ടുള്ള ആൾക്കാർ, നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയിരിക്കാം, മെൻറ്റേഴ്സ് ആയിരിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫ്രണ്ടോ ഈവൻ ബ്രദറോ സിസ്റ്ററോ കസിൻസോ ആര് വേണമെങ്കിലും ആവാം. ഓക്കെ, നിങ്ങൾ ചിലപ്പം കണ്ടുപരിചയപ്പെട്ട ഒരാൾ, എക്സാം സെൻറ്ററിൽ പോയി കണ്ടുപരിചയപ്പെട്ട ഒരാൾ വേണമെങ്കിലും ആവാം. ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഈ പറഞ്ഞ ഐഡിയാസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഏരിയാസ് അവരുടെ കൂടെയൊക്കെ ഇരുന്ന് കുറച്ച് നേരം ഡിസ്കസ് ചെയ്യുക. അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കുക. എന്നിട്ട് അതുവഴി കുറച്ച് സമയം എടുത്ത് അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കുക. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബാങ്ക് എക്സാംസ് ഒക്കെ ഇനി വരാൻ പോകുന്ന ഓഗസ്റ്റ് തൊട്ട്, നോട്ടിഫിക്കേഷൻസ് എല്ലാം വരാൻ പോകുന്നത് ജൂൺ തൊട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇപ്പം മാർച്ചാണ്, ഏപ്രിൽ, മെയ്, ജൂൺ, നമുക്ക് ഇനി ഒരു 3-4 മാസം കൂടിയേ ബാക്കിയുള്ളൂ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി. എക്സാം നമുക്ക് ഇനി 5 മാസം ഉണ്ട്, 6 മാസം ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ വരാൻ നമുക്ക് ഇനി ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസമേ ബാക്കിയുള്ളൂ. സോ അത് ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങി നിങ്ങൾ അടുത്തൊരു 3 മാസത്തിനകത്ത് ഈ സിലബസ് ഒക്കെ തീർത്ത് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ വരാനാകുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു മെയ്, ജൂൺ ഒക്കെ ആകുമ്പോഴത്തേനും നിങ്ങൾ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റ് ചെയ്ത് തുടങ്ങണം. മെയ്, ജൂൺ ആകുമ്പോഴത്തേക്കും മോക്ക് ടെസ്റ്റ് ചെയ്ത് തുടങ്ങണം, ടോപ്പിക് വൈസ് ചെയ്ത് തുടങ്ങണം. എന്നിട്ട് ഈ പറഞ്ഞ ഐഡിയാസ് ഒക്കെ ഉപയോഗിച്ച് അത് പുതിയ ഐഡിയാസ് ഒക്കെ ട്രൈ ചെയ്ത് എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്ത് നിങ്ങൾ ഏറ്റവും നല്ല ഐഡിയാസ്, നിങ്ങൾക്ക് പറ്റിയ അപ്രോച്ചുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഫോർമുലേറ്റ് ചെയ്തെടുത്ത് അത് മുമ്പിലോട്ട് ഫോളോ ചെയ്യാൻ നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈ പറഞ്ഞ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയവർ, ചെയ്യാൻ പോകുന്നവർ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ലപോലെ ചെയ്യാൻ പറ്റും വരുന്ന സമയത്ത്. ആൻഡ് ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ, ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, വരാൻ പോകുന്ന എക്സാംസിനെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ, ഒരു ബാച്ചിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ 7736122215 എന്നുള്ള ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എൻട്രിയുടെ തന്നെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് എക്സാമിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾക്കൊരു ബാച്ചിൻ്റെ കൂടെ ജോയിൻ ചെയ്തൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഐ ഹോപ്പ് ഈ പറഞ്ഞ സെഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ഇനി അങ്ങോട്ട് ഫോളോ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾ ആ നോട്ട്സ് ഒക്കെയും പോയിന്റ് ഔട്ട് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണലിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്തെടുക്കുക. വരാൻ പോകുന്ന എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് നല്ലപോലെ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇനി ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസും ഒക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.